ഹായ് ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഫേസ് പാക്ക് ആയിട്ടാണ് കേട്ടോ. നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിനും അതേപോലെ ഒരു ഗ്ലോ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല റിസൾട്ട് ഉള്ള ഒരു സംഭവമാണ് കേട്ടോ. നമ്മൾ വീക്ക്ലി ഒരു ട്വൈസ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിതിപ്പം ട്രൈ ചെയ്തിട്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരുന്നത്. എനിക്ക് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരുന്നത്. അപ്പം എന്താ പറയുക, അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഉലുവ, തേന്, അതേപോലെ പാല് മാത്രം മതി കേട്ടോ. ഉലുവ നമ്മളൊരു 9 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെക്കണം. എന്നിട്ട് നമ്മൾ എന്താക്കുക, ആ ഉലുവ പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക. ആ ഉലുവേൻ്റെ നമ്മൾ ഇട്ട് വെച്ച വെള്ളവും ഉലുവയും ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ കുതിർത്ത് വെച്ച ഉലുവയായിരുന്നു. പിന്നെ അതിലേക്ക് നമ്മൾ ഹണിയും പാലും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ മുഖത്ത് ഞാൻ ഇന്നലെ രാത്രിയായിരുന്നു കേട്ടോ. അതായത് ഇപ്പം ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നെങ്കിൽ ഇന്നലെ രാത്രിയാണ് ഞാൻ ഈ ഉലുവ കുതിർത്ത് വെച്ചത്. ഏകദേശം നമ്മളൊരു 9 മണിക്കൂറോളം നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം ഉലുവ. എന്നിട്ട് നമ്മളതൊരു പേസ്റ്റാക്കി എടുക്കാൻ പാടുള്ളൂ. എന്നാലേ നമുക്ക് അതിൻ്റേതായ റിസൾട്ടും കാര്യങ്ങളും കിട്ടുകയുള്ളൂ. അപ്പം ഞാൻ ഇന്നലെ തലേന്ന് തന്നെ പിന്നെ ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ടായി. രാവിലെയാണ് ഞാൻ പിന്നെ അത് പേസ്റ്റാക്കി എടുത്തിട്ട് അതിലേക്ക് ഹണിയും അതേപോലെ പാലും ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിക്ക് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അതിന് ശേഷം നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക. ഇത് നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇപ്പം ഒരു രാവിലെ തന്നെ 9 മണിക്കൂർ നമ്മൾ ഉലുവ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു പിന്നെ രാത്രി ആകുമ്പോൾ തന്നെ നമ്മളത് അടിച്ചെടുത്തിട്ട് ഇത് മൂന്നും കൂടി മിക്സ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ നമ്മൾ എണീച്ചപാട് നമ്മൾ ആ ഒരു ഫ്രഷ്നെസ്സോട് കൂടി തേക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പം അങ്ങനെയൊന്ന് ട്രൈ ചെയ്തു. നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് ഒരു അരമണിക്കൂറൊന്നും വേണമെന്നില്ല, ഒരു എന്താ പറയുക, 1/4 മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ ഒന്ന് ഫേസ് വാഷ് ചെയ്ത് കളയാം കേട്ടോ. സാധാരണ നമ്മൾ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ഒരു 20 മിനിറ്റ് എങ്കിലും നമ്മൾ വെക്കുന്നത് അത്യാവശ്യമാണ് കേട്ടോ. അപ്പം ഞാൻ കാണിച്ചത് അതിൻ്റെ രൂപം ഇതാണ് കേട്ടോ. കാണുന്നുണ്ടോ? ഇങ്ങനെയാണുള്ളത്. അയ്യോ, മറിഞ്ഞു ഗൈസ്. അപ്പം ഞാനിവിടെ ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഞാൻ പേസ്റ്റ് ആക്കി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈറ്റ് ആക്കാം അല്ലെങ്കിൽ ലൂസ് ആക്കാം, അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം. പിന്നെ ഇതിൽ നമ്മൾ അലോവേര ജെല്ല് ചേർത്താൽ നല്ലതായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ അലോവേര ജെല്ലൊന്നും ചേർത്തിട്ടില്ല, പക്ഷേങ്കിൽ ആവശ്യമുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കുക, നല്ലതാണ്. നോക്കിയത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഷാളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ല റിസൾട്ടുള്ള പ്രൊഡക്റ്റാണ്. സോറി ഗൈസ്, പ്രൊഡക്റ്റ് തന്നെ വായിന്ന് വന്നു പോകുന്നുണ്ട്. നല്ല റിസൾട്ടുള്ള ഒരു ഫേസ് പാക്കാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചായി. അപ്പം നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാനിത് ഒരു യൂട്യൂബർ പിന്നെ വീഡിയോ കണ്ടിട്ട് തന്നെയാണ് കേട്ടോ ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയല്ലേ. ഇതിന് മുന്നേ എനിക്കറിയില്ല, പക്ഷേങ്കിൽ ഓരോരുത്തർ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഉലുവ നമ്മളെ ഫേസിനും അതേപോലെ ഹെയറിനൊക്കെ നല്ലതാണെന്ന് കണ്ടിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട് ഗൈസ്, തേക്കുമ്പോൾ നല്ല സുഖമുണ്ട് തേക്കാൻ. ട്രൈ ചെയ്യൂ ഗൈസ്. ആഴ്ചക്ക് 2 ദിവസമൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ആഴ്ചയിൽ 2 ദിവസം കൊണ്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പും നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പം എല്ലാവരും നമ്മൾ ഒരിക്കലൊക്കെ യൂസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും നമ്മളെ സ്കിൻ ടൈപ്പിന് പറ്റുന്നതാണോ എന്നൊക്കെ നമുക്ക് യൂസ് ചെയ്യുമ്പോഴേക്കും അറിയുന്നുണ്ടാവുക. അപ്പം അങ്ങനെ നോക്കുക. ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ട് എന്താ പറയുക, എൻ്റെ ഫേസിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉള്ള ഫേസാണ് കേട്ടോ. പക്ഷെ എനിക്ക് യൂസ് ചെയ്തിട്ട് പിമ്പിൾസ് കൂടുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല. അപ്പം ഒന്ന് നോക്കുക.
ഈ കൊറിയൻസിൻ്റെയൊക്കെ ഒരു സാധനം ഒരു തേക്കുന്നില്ല മുഖത്ത്, അതേപോലെ ഉണ്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ. ഒരു എന്താ പറയുക, പശ പശ പോലെ കാണുന്നുണ്ടോ. അപ്പം ഒരു 10 ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിത് വാഷ് ഔട്ട് ചെയ്ത് കളയും. അന്നേരം കാണിച്ചു തരാം. ഈ ഒരു ഫേസ് പാക്ക് ഇപ്പം അത്യാവശ്യം നല്ല രീതിക്ക് ഞാൻ ഒരു 20 മിനിറ്റോളം വെച്ചിട്ടുണ്ട് കേട്ടോ. 20 മിനിറ്റ് കൂടുതൽ വെച്ചിട്ടുണ്ട് തോന്നുന്നു. അപ്പം ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ചുണ്ടൊക്കെ ആക്കുമ്പോൾ വലിയുന്ന പോലെ ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിൽ വരുമ്പോൾ നമുക്ക് കഴുകി കളയാം. ഇതുണ്ടോ, ഇവിടെയൊക്കെ നല്ല രീതിക്ക് ഉണങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് വാഷ് ചെയ്ത് കളയട്ടെ ഗൈസ്. അപ്പം ഞാൻ ഇത് വാഷ് ചെയ്ത് കളഞ്ഞു കേട്ടോ. നല്ല എന്താ പറയുക, ഒരു പശ നമ്മൾ മുഖത്താക്കി ഇങ്ങനെ ഉണ്ടാവും അതേപോലെ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ സ്കിന്ന് നല്ല സ്മൂത്തായ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു എന്താ പറയുക, നല്ല രീതിക്ക് ഞാനിത് അത്യാവശ്യം വീക്കിലി 2 വട്ടമൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്ക് നല്ല അതിൻ്റേതായ മാറ്റങ്ങളുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങുന്നവരിപ്പം ഫസ്റ്റ് ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പം കണ്ടിന്യൂസ്ലി നമ്മൾ ഉപയോഗിക്കുമ്പോഴാണല്ലോ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുക. അപ്പം എന്തായാലും ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്.